അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളൊക്കെയും ഒരുമിച്ചുള്ള ഒരു സദസ്സിൽ മുത്തനബി ഒരു ആയത്ത് ഓതിക്കേൽപ്പിച്ചു. ആ സമയത്ത് ഇറങ്ങിയ ആയത്ത് സ്വഹാബാക്കൾക്ക് ഓതിക്കേൽപ്പിച്ചു. വമൻ കാന ഫീ ഹാദിഹി അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ വഅളല്ലു സബീല. ഈ ഭൂമി ലോകത്ത് ആരാണോ കുരുടന്മാർ, അവരെ ആഖിറത്തിലും കുരുടന്മാരാണ് എന്ന് സൂചിപ്പിക്കുന്നൊരായത്ത് ഇറങ്ങിയപ്പോൾ മുത്തുനബി സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ സ്വഹാബാക്കളെ കൂട്ടത്തിലെ കുരുടനായിരുന്ന അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് വല്ലാത്ത ബേജാറായിപ്പോയി. കാരണം ഞാൻ കുരുടനാണല്ലോ, ഖുർആനിൽ വന്നത് അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ മുത്തുനബിയോട് ബേജാറ് പറഞ്ഞു, ഈ ആയത്ത് എന്നെ വല്ലാത്ത വിഷമിപ്പിച്ചു നബിയെ. ഈ ഭൂമി ലോകത്ത് തന്നെ ഞാൻ കുരുടനായിട്ട് എനിക്ക് വലിയ ബേജാറും വിഷമമാണ്. പക്ഷെ ഏതായാലും അള്ളാഹുവിന്റെ ഖളാ എന്ന രീതിയിൽ ഞാനതൊക്കെ സമ്മതിച്ച് സബറെടുത്ത് ജീവിക്കാം. പക്ഷെ ഇനി ഞാൻ ആഖിറത്തിലും കുരുടനാണ് എന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ആ വലിയ ബേജാറ് പറഞ്ഞപ്പോൾ ആ ആയത്തിന്റെ വിശദീകരണം എന്ന രീതിയിൽ ജിബ്രീൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. നേരത്തെ സൂചിപ്പിച്ച കുരുടൻ എന്ന് പറഞ്ഞാൽ അത് കണ്ണിന്റെ കുരുടല്ല, ഖൽബിന്റെ കുരുടാണ്. കണ്ണുണ്ടായിട്ടും കാര്യമില്ല, ഹൃദയത്തിനൊരു കണ്ണുണ്ടല്ലോ, ആ കണ്ണ് കുരുടായവർ, അതായത് ഇസ്ലാം സ്വീകരിക്കാത്തവരെ, അതേ അല്ലാഹുവിനെ വിശ്വസിക്കാത്തവർ, അവർ ഖൽബ് കുരുടായവരാണ്, അവർ ആഖിറത്തിൽ കുരുടന്മാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗം അനുഭവിക്കാനോ അല്ലാഹുവിനെ കാണാനോ അതൊന്നും അനുഭവിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് കണ്ടപാടെ ഈ ആയത്ത് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനിക്ക് വിശദീകരിക്കുകയും അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു, കൂട്ടുകാരാ, അവിടെ നിന്നൊന്നും വിഷമിക്കരുതേ, നിങ്ങൾ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നവരിൽ നിങ്ങൾ പെടും, ഒന്നും നിങ്ങൾ പേടിക്കരുതേ, അവിടെ നിങ്ങളെ ഒരു കുടം അവിടെ ഉണ്ടാവുകയില്ല. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. ഈ സംഭവത്തിൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒന്ന്, അതേ ദുനിയാവിൽ കണ്ണുണ്ടായിട്ടും കാര്യമില്ല, ഖൽബിന്റെ ആ കാഴ്ച ഇല്ലെങ്കിൽ നാളെ നാം ആഖിറത്തിലും കുരുടന്മാരായി പോകും. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഖൽബിന്റെ കുരുടന്മാരാണോ, ഖൽബ് കുരുടായവരാണോ, അന്ധന്മാരാണോ എന്ന് നമ്മളെക്കുറിച്ച് തന്നെ നാം വിലയിരുത്തുക. അതുപോലെ തന്നെ സ്വഹാബാക്കൾ എത്രമാത്രം ഒരായത്തിറങ്ങുമ്പോൾ എത്രമാത്രം അവർ പേടിച്ചിരുന്നു, അതിനെത്രമാത്രം ഗൗരവത്തോടു കൂടെ ഉൾക്കൊണ്ടിരുന്നു എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ റാഹത്താക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.